പാലക്കാട്ടെ മുഴുവൻ CPM നേതാക്കളെയും വലിച്ചിട്ട് കുടഞ്ഞ് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോയ PK ശശിയുടെ കാര്യത്തിൽ CPM കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ശശി ഇന്നലെ നടന്ന വിമതയോഗത്തിൽ തുറന്നടിച്ച കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ തിരിച്ചടി നൽകാനാണ് CPM നേതൃത്വം ആദ്യം തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ശശിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സൂചന നൽകിക്കൊണ്ട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ആദ്യം രംഗത്ത് വന്നു. അതിന് പിന്നാലെ യുദ്ധം ശക്തമാക്കാൻ മണ്ണാർക്കാട്ടെ CPM നേതാക്കളെ ചുമതലപ്പെടുത്തിയപ്പോൾ അവിടുത്തെ ഏരിയ സെക്രട്ടറി പറഞ്ഞത് ശശി പോയതുകൊണ്ട് ഇനി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അഭിമാനമുള്ള സ്ത്രീകൾക്ക് കടന്നു വരാമെന്നാണ്. അതിനേക്കാളും ഒരു പടി മുന്തിയ കാമകേളി വാർത്തകളാണ് DYFIയുടെ ജില്ലാ സെക്രട്ടറി പുറത്തുവിട്ടത്. അതിൽ ഒരു സ്ത്രീയെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ അതിഭീകരമാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് CPM ഓഫീസ് PK ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു അനാശാസ കേന്ദ്രമായിരുന്നുവെന്നും അവിടെ കാണാൻ പാടില്ലാത്തത് നേരിൽ കണ്ട മുൻ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഭർത്താവ് ഒരു തുണ്ട് കയറിൽ ജീവനൊടുക്കിയെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് DYFIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി. തീർന്നില്ല, ജീവനൊടുക്കിയ ആ മനുഷ്യൻ ഇപ്പോൾ പരലോകത്തിരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ടാകുമെന്നും അതേ ഓഫീസിൽ ശശി മാനത്തിന് വില പറഞ്ഞപ്പോൾ കാർക്കിച്ചു തുപ്പി മടങ്ങിപ്പോയ അതിജീവിതയുടെ ശാപവാക്കുകൾ ഇനിയും തന്നെ പിന്തുടരുമെന്നും ആ കുറിപ്പിൽ DYFI നേതാവ് പറയുന്നു. ഇതാണ് CPM. പാർട്ടിക്കുള്ളിലുണ്ടാകുമ്പോൾ എന്തും കളിക്കാം. അനാശാസ കേന്ദ്രമായി അവർ തന്നെ അന്ന് ആ പാർട്ടി ഓഫീസിനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മാനവും മര്യാദയുമുള്ള ഒരു പാർട്ടി നേതൃത്വമാണെങ്കിൽ അന്ന് PK ശശിയെ പിടിച്ച് പുറത്താക്കണമായിരുന്നു. അതിനു പകരം ഇന്നലെ മഹാസമ്മേളനവും വിളിച്ച് പാർട്ടി നേതാക്കളെ മുഴുവൻ അസഭ്യവും പറഞ്ഞ് കഞ്ചാവ് കേന്ദ്രങ്ങളുടെ വെളിപ്പെടുത്തലും മദ്യമാഫിയയുടെ അഴിഞ്ഞാട്ടവും തുറന്നു കാട്ടിയപ്പോഴാണ് ശശിയെ പുറത്താക്കുന്നത്. അതിനുശേഷമാണ് ശശിയുടെ കാമകേളി എല്ലാ നേതാക്കളും തുറന്നു പറയുന്നത്. അപ്പോൾ പാർട്ടിയെ തള്ളിപ്പറയാത്ത പല നേതാക്കളും ഇന്നും ആ പാർട്ടിയിൽ അനാശാസം നടത്തുന്നുണ്ട് എന്നും അവർക്ക് അതിനുള്ള അനുമതിയുണ്ട് എന്നുമാണ് അതിൻ്റെ അർത്ഥം. അതിനേക്കാളും വലിയ അത്ഭുതവും നാണക്കേടും പാർട്ടി വനിതാ നേതാവ് ലൈംഗിക പരാതി നൽകിയപ്പോൾ അത് അന്വേഷിക്കാൻ പോയ ബാലൻ സഖാവിൻ്റെയും ശ്രീമതി ടീച്ചറും കണ്ടെത്തിയ കാര്യമാണ്. തീവ്രത കുറഞ്ഞു എന്നാണ് അവർ കണ്ടെത്തിയത്. ഇത്രയും വലിയ സംഭവം നടത്തിയിട്ടും അതിൽ നേരിൽ കണ്ട് മനംനൊന്ത് ഭർത്താവ് ആത്മഹത്യ ചെയ്തിട്ടും ശശിക്ക് തീവ്രത ഇല്ല എന്ന് പറയാൻ ഈ നേതാക്കൾ എവിടെയാണ് തീവ്രത ആളെന്നതെന്നും മനസ്സിലാകുന്നില്ല. അതിനുശേഷം ശശിയെ MLAയും KTDC ചെയർമാനും ഒക്കെ ആക്കിയത് ഇതേ CPM തന്നെയാണ്. ആഴ്ചകൾക്ക് മുൻപ് വരെ ശശി അതിൻ്റെ ചെയർമാനായിരുന്നു. പുറത്താക്കിയതല്ല, സ്വയം രാജിവെച്ചു പോയതാണ് ശശി. അപ്പോഴെല്ലാം ശശി നടത്തിയ ഈ പീഡനങ്ങൾക്ക് പാർട്ടിയുടെ തുണയും സംരക്ഷണവും ഉണ്ടായിരുന്നു. അത് വിളിച്ചു പറയുകയാണ് CPM നേതാവ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതോടെ ശശിയല്ല, പാർട്ടിയും തീവ്രതാളെന്ന ആ രണ്ട് നേതാക്കളുമാണ് പ്രതിക്കൂട്ടിലായിരിക്കുന്നത്.